ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയുടെ പുതിയ കള്ളത്തരം കണ്ടുപിടിക്കുന്ന ചന്ദ്രയുടെ എപ്പിസോഡാണ് ഉടനെ വരാൻ പോകുന്നത്. അപ്പോൾ ആ എപ്പിസോഡിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഭാമ വഴി നമ്മുടെ ശ്രുതി ഗർഭിണിയാണെന്നുള്ള വിവരം ചന്ദ്രോദയത്തിൽ അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ അത് ശ്രുതിയുടെ പുതിയ തന്ത്രമായിട്ട് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് വീട്ടിൽ കയറി പറ്റാനുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രുതിയെ തിരിച്ച് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ തന്നെ ചന്ദ്ര സമ്മതിക്കുന്നുമില്ല. താൻ ഗർഭിണിയാണെന്നുള്ള വിവരം ചന്ദ്രോദയത്തിലുള്ള ആരും വിശ്വസിച്ചിട്ടില്ലെന്നുള്ള സത്യം ശ്രുതി മനസ്സിലാക്കുവാണ്. എങ്ങനെയെങ്കിലും ഇത് അവിടെയുള്ളവരെ വിശ്വസിപ്പിക്കണം, ആ വീട്ടിലോട്ട് കയറി പറ്റണം, അതുമാത്രമാണ് ശ്രുതിയുടെ ചിന്ത. അതിനുവേണ്ടി ശ്രുതി പുതിയൊരു കഥ മെനയുവാണ്. കാരണം ശ്രുതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നേരെ നമ്മുടെ ദേവുയുടെ ഹോസ്പിറ്റലിലോട്ടൊക്കെ പോകുന്നുണ്ട്. അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വന്നതായിട്ട് അഭിനയിച്ചിട്ട് ദേവുവിനോട് താൻ ഗർഭിണിയാണെന്നുള്ള വിവരം പറയുവാണ്. ദേവു അതധികം മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ആ സത്യം ദേവു അതുപോലെ തന്നെ വിശ്വസിച്ചിട്ടുണ്ട്, ശ്രുതി പറയുന്ന ആ കള്ളത്തരം. അപ്പോൾ ദേവു എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കാര്യങ്ങൾ ശ്രുതി പറഞ്ഞ കാര്യം, അതായത് ഗർഭിണിയാണെന്നുള്ള കാര്യം രേവതിയെ വിളിച്ച് പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ച് ശ്രുതിയെ കാണണമെങ്കിൽ ആ ഗർഭം സത്യമായിരിക്കുമല്ലോ. രേവതിയും സച്ചിയൊക്കെ അത് വിശ്വസിക്കുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട് നമ്മുടെ ചന്ദ്രനോട്, അമ്മ വിചാരിച്ച് വെച്ചിരിക്കുന്നതൊക്കെ തെറ്റാ, ശ്രുതി ഗർഭിണി തന്നെയാണെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട്. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോടി എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് അത് ഭയങ്കര ഷോക്കാവുകയാണ്. ശ്രുതി അപ്പോൾ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്നുണ്ട്, അമ്മേ ഞാൻ പറഞ്ഞില്ലേ ശ്രുതി ഗർഭിണി തന്നെയാ അമ്മേ, എനിക്ക് ഉറപ്പാണെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നിൻ്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോടി അവൾ ഗർഭിണിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ശ്രുതിയും മീരയും കൂടി ഇപ്പോൾ ദേവ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു. ദേവു എന്നെ വിളിച്ചു പറഞ്ഞു, ഗർഭിണിയല്ലാത്ത ഒരാൾ ചെക്കപ്പിന് പോവോ, അവൾ ഗൈനക്കോളജിസ്റ്റിനെയാണ് കണ്ടത്, അവൾ ഗർഭിണിയാണെന്നാണ് ദേവുവിനോട് പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ഒന്നുകൂടെ ഭയങ്കര സന്തോഷമാവുകയാണ്. കണ്ടോ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം അമ്മേ, ഞാനിപ്പോൾ തന്നെ പോവാമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നീ പോയാൽ ആ വഴി പോയിക്കോ, അല്ലെങ്കിൽ നീ അവളെയും കൊണ്ട് ഈ വീട്ടിലോട്ട് കയറിക്കോ, രണ്ടാണെങ്കിലും ഈ ചന്ദ്രയെ പിന്നെ നീ കാണില്ല എന്ന് ചന്ദ്ര പറയുവാണ്. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് സങ്കടമാവുകയാണ്. കാരണം ശ്രുതിയെ പോലെ തന്നെ ശ്രുതിക്ക് ചന്ദ്രയും ഭയങ്കര കാര്യമാണല്ലോ. അമ്മയെ പിണക്കിക്കൊണ്ടൊരു തീരുമാനം ശ്രുതി എടുക്കത്തുമില്ല. രവീന്ദ്രനും എല്ലാവരും ഉപദേശിക്കാൻ നോക്കിയിട്ടും ചന്ദ്ര ഒന്നും കേൾക്കുന്നില്ല. ശ്രുതി പറയുന്നുണ്ട്, അമ്മേ വർഷം അനുഭവിക്കുന്ന അതേ സുഖങ്ങൾ ശ്രുതിയും ഈ ടൈമിൽ അനുഭവിക്കേണ്ടതാണ്, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, പ്ലീസ് അമ്മേ അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് വരട്ടെ എന്ന് അപേക്ഷിക്കുവാണ്. അപ്പോൾ ചന്ദ്ര കുറച്ച് നേരം ഒന്നും മിണ്ടില്ലേ. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഞാൻ കുറച്ച് സമയം ഒന്ന് ആലോചിക്കട്ടെ, എന്നിട്ടൊരു തീരുമാനം പറയാമെന്ന് പറയുവാണ്. പക്ഷേ ശ്രുതി ആണെങ്കിലോ ആകെ അസ്വസ്ഥനാണ്. എങ്ങനെയെങ്കിലും ശ്രുതിയെ കൂട്ടിക്കൊണ്ടുവരണം, തൻ്റെ കുഞ്ഞിനെ കൊഞ്ചിക്കണം എന്നുള്ള വിചാരം മാത്രമേ ശ്രുതിയുടെ മനസ്സിലുള്ളൂ. അതേസമയം കാണിക്കുന്നത് ശ്രുതിയെയാണ്. ശ്രുതിക്കാണെങ്കിലോ വീട്ടിലുള്ള ആരും ഈ വിവരം വിശ്വസിച്ചില്ലേ, വീണ്ടും വിശ്വസിച്ചില്ലേ, ഇനി ഞാൻ എന്ത് ചെയ്യും, ആരും വിശ്വസിക്കുന്നില്ലല്ലോ ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട്, ശ്രുതി പോലും തന്നെ വിളിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ മീര പറയുന്നുണ്ട്, നീ 2 ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യടി, അവർ വിളിച്ചോളും, റിസൾട്ട് എന്താണെന്ന് നമുക്കറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രാത്രി ആകുമ്പോഴേക്കും ശ്രുതിക്കൊരു ഉറക്കവും ഇല്ലേ. ശ്രുതി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞ്, ആ ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ശ്രുതിയുടെ സ്വപ്നത്തിൽ നമ്മുടെ ശ്രുതിയും കുഞ്ഞും ശ്രുതിയും കൂടി കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന സ്വപ്നം കാണുവാണ്. ഭയങ്കര സന്തോഷത്തോടു കൂടി രണ്ടുപേരും കൂടി ഇരുന്ന് ആ കുഞ്ഞിനെ കളിപ്പിക്കുവാണ്. സന്തോഷം കൊണ്ട് ശ്രുതി തുള്ളിച്ചാടുന്നൊക്കെയുണ്ട്. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കുന്ന ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതൊരു സ്വപ്നമായിരുന്നു, ഇനി ദൈവം എന്നെ കൊണ്ട് തോന്നിച്ചതാണോ, ശ്രുതിയെ ഈ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ദൈവം തന്നെ എന്നോട് തോന്നിപ്പിച്ചതാ, എൻ്റെ ശ്രുതി ഗർഭിണി തന്നെയാ, എൻ്റെ അമ്മ എന്താ ഇത് വിശ്വസിക്കാത്തത്, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, ഒരു സമാധാനവും ഇല്ല, എൻ്റെ ശ്രുതി എനിക്കിപ്പം തന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും മുറിയിൽ നടന്നുകൊണ്ടിരിക്കുവാണേ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ശ്രുതിയെ ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട്. ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ശ്രുതി ഫോൺ എടുത്ത് ഭയങ്കര സന്തോഷത്തോടെ തുള്ളിച്ചാടി. പാതിരാത്രി ആയിരിക്കുവാണ് ടൈം, എന്നിരുന്നാൽ പോലും രണ്ടുപേരും ഉറങ്ങിയിട്ടൊന്നുമില്ല. ശ്രുതി ചാടി ഫോൺ എടുക്കുന്നുണ്ട്. ശ്രുതിയുടെ കോള് വരുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി സ്വപ്നത്തിൽ ഞാൻ നമ്മുടെ കുഞ്ഞിനെ കണ്ടു, എനിക്ക് നിന്നെ ഇപ്പം തന്നെ കാണണം ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, വേണ്ട ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതിക്ക് ഒന്നുകൂടെ സന്തോഷം, എന്നാൽ വാ ശ്രുതി, ഞാൻ ഇവിടെ ശ്രുതിക്ക് വേണ്ടി കാത്തിരിക്കുവാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഉറക്കമൊഴിച്ച് ഇങ്ങനെ കാത്തിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഇതേ സമയം തന്നെ ഉറക്കമില്ലാത്ത വേറൊരാളും കൂടിയുണ്ട്, നമ്മുടെ ചന്ദ്രക്ക് എന്തായാലും തൻ്റെ മോൻ്റെ മനസ്സറിയാലോ. മോൻ എങ്ങനെയെങ്കിലും ശ്രുതിയെ കാണാൻ പോകുന്നുള്ളൊരു വിചാരമാണ് ചന്ദ്രയുടെ മനസ്സിൽ. ഉറക്കമില്ലാതിരിക്കുന്ന ചന്ദ്ര നോക്കുമ്പോഴേക്കും ആരോ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. പുറത്തൊരാളനക്കമൊക്കെ കേൾക്കുമ്പോഴേക്കും ചന്ദ്ര പതിയെ ഡോർ തുറന്ന് നോക്കുവാണ്. രേവതിയും സച്ചി നല്ല ഉറക്കമാണ്. നോക്കുമ്പോഴേക്കും തൻ്റെ പുഞ്ഞാര മോൻ ശ്രുതി മോളിൽ നിന്നും സ്റ്റെപ്പ് പയ്യെ പാത്തും പതുങ്ങിയൊക്കെ ഇറങ്ങി
ഇറങ്ങി വരുവാണ്. എന്നിട്ട് പയ്യെ ഡോറ് തുറക്കാൻ പോകുമ്പോഴേക്കും ചന്ദ്ര ബാക്കിൽ നിന്ന് വിളിക്കുവാണ്, എടാ സുധി, നീ ഈ പാതിരാത്രി എവിടെ പോവാടാന്ന് ചോദിക്കുവാണ്. ചന്ദ്രയുടെ വിളി കേൾക്കുന്നതും സുധി ഞെട്ടിത്തിരിഞ്ഞ് നോക്കുവാണ്. അപ്പോൾ ആ സമയം തന്നെ നമ്മുടെ സച്ചിൻ രേവതിയൊക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. രവീന്ദ്രനും എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ സുധി പറയുന്നുണ്ട്, അത് പിന്നെ അമ്മയെ ഞാൻ പുറത്ത് കാറ്റ് കൊള്ളാൻ വേണ്ടി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്ന് പുതിയ കള്ളം സുധി പറയുമ്പോഴേക്കും ചന്ദ്രക്ക് അത് മനസ്സിലാവുന്നുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്നോട് കള്ളം ഒന്നും പറയാൻ നിൽക്കണ്ട, നീ ശ്രുതിയെ കാണാൻ വേണ്ടി പോയതല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോഴേക്കും രവീന്ദ്രൻ വന്ന് പറയുന്നുണ്ട്, എടാ ശ്രുതി, നിന്റെ ഭാര്യയെ കാണാൻ നീ എന്തിനാടെ ഇങ്ങനെ പാത്തും പതുങ്ങിയും പോകുന്നത്, നിനക്ക് രാവിലെ പോയി കണ്ടൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ രാവിലെ പോകാൻ ഈ അമ്മ സമ്മതിക്കില്ലല്ലോ, എനിക്ക് എൻ്റെ ശ്രുതിയെ കാണണം, ശ്രുതിയുടെ വയറ്റിൽ വളരുന്ന എൻ്റെ കുഞ്ഞിനെ ഒന്ന് സ്നേഹിക്കണം എന്നൊക്കെ പറയുവാണ് ശ്രുതി. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്താ ചന്ദ്ര നീ ഇത്, അവൻ്റെ മാനസികാവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക്, അവൻ്റെ ഭാര്യയല്ലേ ശ്രുതി, അവർക്ക് വളരുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും നീ അവൾ ചെയ്ത തെറ്റൊക്കെ മറക്കുമെന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, പ്ലീസ് അമ്മേ, ശ്രുതി ചെയ്ത തെറ്റൊക്കെ ഒന്നും മറക്കമ്മേ, ഈ കുടുംബത്തിലെ മൂത്ത മരുമകളല്ലേ അവൾ ഒരു കുഞ്ഞിനെ തരാൻ വേണ്ടി പോവാ, എൻ്റെ കുഞ്ഞാണ് അമ്മേ അത്, എനിക്ക് അവളെ കാണണം അമ്മേ, പ്ലീസ് ഞാൻ അവളെ പോയി കണ്ടോട്ടെ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, അങ്ങനെ നീ ഇപ്പോൾ ഒറ്റയ്ക്ക് പോയി അവളെ കാണണ്ട, നാളെ നമുക്ക് അവളെ പോയി കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയുവാണ്. ചന്ദ്ര ഇത് പറയുമ്പോഴേക്കും സച്ചിക്കും രേവതിക്കും ശ്രുതിക്കും രവീന്ദ്രനൊക്കെ ഷോക്കാവുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കും, അമ്മ എന്താ പറഞ്ഞത്? ആടാ, നമുക്ക് അവളെ ഒരുമിച്ച് പോയി കൂട്ടിക്കൊണ്ട് വരാം, നിനക്കിപ്പോൾ സന്തോഷമായില്ലേ, പോയി ഉറങ്ങിക്കോ. അപ്പോൾ ശ്രുതി വീണ്ടും ചോദിക്കുന്നുണ്ട്, അമ്മ കാര്യമായിട്ടാണോ ഇത് പറയുന്നത്, അതോ എന്നെ പറ്റിക്കാനാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നിന്നാണ് സത്യം, നമ്മൾ നാളെ പോയിരിക്കും, അവളെ ഈ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കും എന്നും പറയുവാണ്. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളി ചാടുവാണേ. അങ്ങനെ ശ്രുതി നേരെ റൂമിൽ പോയിട്ട് ശ്രുതിയെ വിളിച്ച് വിവരം പറയുന്നുണ്ട്. ശ്രുതി ചോദിക്കും, എന്താ ശ്രുതി, ഇത്ര നേരം ആയല്ലോ, എന്താ വരാത്തെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഞാൻ ഇപ്പം വരുന്നില്ല, പക്ഷേ രാവിലെ വരും, അമ്മയെയും കൂട്ടിയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ശ്രുതിക്ക് ഒന്നുകൂടെ സന്തോഷമാവാണ്, ആൻറ്റിയെ കൂട്ടിയിട്ടോ? ശ്രുതി എന്തായി പറയുന്നേ? അതേ ശ്രുതി, അമ്മ ഇപ്പം പറഞ്ഞത് നാളെ രാവിലെ നമുക്ക് ഒന്നിച്ച് പോയി അവളെ കൂട്ടിക്കൊണ്ട് വരാം ഈ വീട്ടിലോട്ടെന്ന്, നമ്മുടെ കുഞ്ഞിനെ വരവേൽക്കാൻ അമ്മ സന്തോഷത്തോടെ പൂർണ്ണ മനസ്സോടെയാണ് അത് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവാണ്. ശ്രുതി, എനിക്കിന്ന് ഉറക്കം ഉണ്ടാവില്ല, നാളത്തെ ദിവസത്തിന് ഞാൻ കാത്തിരിക്കുവാണ് ശ്രുതി എന്നൊക്കെ പറയുവാണേ. അങ്ങനെ സന്തോഷം കൊണ്ട് രണ്ടുപേരും തുള്ളിച്ചാടുവാണ്. മീര അപ്പോൾ ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ നീ ആ കുടുംബത്തെ വീണ്ടും പറ്റിച്ചു, ആ കുടുംബത്തിലുള്ളവരൊക്കെ ഇത്രയും മണ്ടന്മാരാണല്ലോ, നീ പറയുന്നതൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് മീര പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് എന്താ മീരെ, ഞാൻ ആ വീട്ടിലൊന്ന് കയറി പറ്റട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിടന്ന് പെടാപ്പാടൊക്കെ പെടുന്നത്, കയറി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചിറങ്ങൽ ഈ ശ്രുതിക്കില്ല, പിന്നെ പുതിയ കള്ളങ്ങൾ, അത് ഞാൻ എന്ത് പറഞ്ഞാലും അവർ വിശ്വസിച്ചോളും, കുറച്ച് നാളെ ഞാൻ ഗർഭിണിയായി തന്നെ പൊക്കോട്ടേടി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഭയങ്കരമായിട്ട് സന്തോഷിക്കുവാണ് മീരേനോട് പറഞ്ഞിട്ട്. അവിടെയും ശ്രുതിക്കും ചന്ദ്രക്കൊക്കെ ഉറക്കമില്ലാത്ത രാത്രിയാണ്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര സച്ചിയുടെ അടുത്തോട്ട് പോവാണ്. സച്ചി ഒറ്റയ്ക്കുള്ള ടൈമിൽ സച്ചിയുടെ അടുത്തോട്ട് പോയി പറയുന്നുണ്ട്, എടാ സച്ചി എന്ന് സ്നേഹത്തോടെ വിളിക്കുമ്പോഴേക്കും സച്ചി ഞെട്ടിപ്പോവാണ്. കാരണം തന്നോട് എപ്പോഴും ദേഷ്യത്തോടെ പെരുമാറിയിരിക്കുന്ന അമ്മ ഇന്ന് ആദ്യമായിട്ട് മോനെ സച്ചി എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് സന്തോഷമാവാണ്. എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, സച്ചി എനിക്ക് നിന്നെ കൊണ്ടൊരു സഹായം വേണം എന്ന് പറയുവാണ്. സച്ചിക്ക് അപ്പോൾ ഒന്നുകൂടെ സന്തോഷമാവാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തൻ്റെ അമ്മ തന്നോടൊരു സഹായം ചോദിക്കുന്നത്. സച്ചിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്താ അമ്മേ, അമ്മയ്ക്ക് എന്ത് സഹായമാണ് വേണ്ടത്, അമ്മ എന്താണെങ്കിലും പറഞ്ഞോ, ഞാൻ ചെയ്തു തരാം എന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര സച്ചിയോടായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, അത് നമ്മളെ കാണിക്കുന്നില്ലേ, പിന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ ശ്രുതി രാവിലെ തന്നെ കുളിച്ച് റെഡിയായി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഭയങ്കര സന്തോഷത്തിൽ തുള്ളിച്ചാടി വരുവാണ്. അമ്മ റെഡിയായില്ലേ, വാ നമുക്ക് പോവാം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ റെഡിയായടാ, സച്ചിയും കൂടി ഒന്ന് ഇങ്ങോട്ട് വറ്റിയെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, സച്ചി എന്തിനാമേ, നമുക്ക് നമ്മുടെ കാറിൽ പോവാമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഹേ നമ്മുടെ കാറ് വേണ്ട, സച്ചി ഓടിക്കും, സച്ചിയായിട്ട് പോവാം നമുക്ക്, കാരണം നീ ശ്രുതി ഒരുപാട് നാൾ കഴിഞ്ഞ് കാണുമല്ലേ, നീ വണ്ടി ഓടിച്ചൊന്നും അവളുടെ കൂടെ ഇരിക്കണ്ട, നിങ്ങൾ രണ്ടുപേരും പുറകിൽ റിലാക്സ് ആയിരുന്നു, സച്ചിയുടെ കൂടെ പോവാം, അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവനിപ്പോൾ റെഡി ആയിട്ട് വരും എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി എന്തെങ്കിലും ആവട്ടെ, നമുക്കെന്നാൽ പോകാം അമ്മ, എളുപ്പം അവനെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി എളുപ്പം റെഡിയാക്കിയിട്ട് ഇവർ 3 പേരും കൂടി ചന്ദ്രോദയത്തിൽ നിന്ന് ഇറങ്ങുവാണ് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി. ശ്രുതിയും അവിടെ രാവിലെ തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നല്ല റെഡിയായി ഇരിക്കുവാണ്. മീരേനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താ മീര ഇത്ര നേരമായിട്ട് അവർ കാണുന്നില്ലല്ലോ, എപ്പോൾ വരും, ശ്രുതിയെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും മീര പറയും, അവർ വരും, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അവിടെ ഇരിക്കും ശ്രുതി എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും.
കാണിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചന്ദ്രയും സച്ചിയും ശ്രുതിയും കൂടി മീരയുടെ വീട്ടിലോട്ട് എത്തുവാണ്. കാറിൻ്റെ സൗണ്ട് കേൾക്കുന്നതും നമ്മുടെ ശ്രുതി വാതുക്കലോട്ട് ഓടിപ്പോകുന്നുണ്ട്. സന്തോഷം കൊണ്ട് ഓടിപ്പോയി ശ്രുതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ശ്രുതിക്ക് ഇപ്പോഴെങ്കിലും എന്നെ വന്നൊന്ന് കാണാൻ തോന്നിയല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി എനിക്ക് നിന്നെ എപ്പോഴും കാണണമെന്നുണ്ട്, നീ എൻ്റെ ഭാര്യയല്ലേ, പോരാത്തതിന് ഇപ്പം നമ്മുടെ കുഞ്ഞും കൂടി നിൻ്റെ വയറ്റിലില്ലേ ശ്രുതി, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെയുണ്ട്. അപ്പോൾ ചന്ദ്ര ദേഷ്യഭാവമൊന്നും കാണിക്കാതെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ മീര പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഇരിക്കുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി നേരെ ചന്ദ്രയുടെ അടുത്തോട്ട് പോവാണ്. ആൻറ്റി എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നിൻ്റെ വയറ്റിൽ വളരുന്ന ശ്രുതിയുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നീ ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ മറന്നിരിക്കുവാണ്, പോരെ, ഇനി നമുക്ക് സന്തോഷത്തോടെ തിരിച്ച് ചന്ദ്രോദയത്തിലോട്ട് പോകാം എന്നൊക്കെ പറയുവാണേ. അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ മീരയോട് പറയുന്നുണ്ട്, കേട്ടോ മീരെ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ആൻറ്റി എന്നെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി വരുമെന്ന്, ആൻറ്റി എൻ്റെ അമ്മയാ, എൻ്റെ അമ്മ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ ഒരുപാട് പുകഴ്ത്തുന്നൊക്കെയുണ്ട്. ആൻറ്റി ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക, നമുക്കിപ്പം തന്നെ ഇറങ്ങാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മീര പറയും, ഞാൻ ചായ എടുക്കാം, കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറയുമ്പോൾ ശ്രുതി പറയും, ഒന്നും വേണ്ട, എനിക്ക് ആ വീട്ടിലോട്ട് പോകാൻ കൊതിയായി, വാ ശ്രുതി നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാം 4 പേരും കൂടി മീരയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഭയങ്കര സന്തോഷത്തിൽ ശ്രുതി കാറിൻ്റെ പുറകിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതിയുടെ കൂടെ. സച്ചിയുടെ സീറ്റിൽ സച്ചിയുടെ അടുത്തിരിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണ്. അങ്ങനെ ശ്രുതിയുടെ തോളിൽ കിടന്ന് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ മയങ്ങുന്നൊക്കെയുണ്ട്, സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ശ്രുതി ശ്രദ്ധിക്കുന്നുണ്ട്, അയ്യോ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി ഇതല്ലല്ലോ, സച്ചി ഇത് എങ്ങോട്ടാണ് പോകുന്നേ, അങ്ങോട്ടേക്കല്ലേ നമ്മുടെ വഴിയെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതിന് നമ്മൾ വീട്ടിലോട്ടല്ലല്ലോ പോകുന്നത്, പാർലർ ഏട്ടത്തിന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി ചോദിക്കും, വീട്ടിലോട്ടല്ലേ, പിന്നെ എങ്ങോട്ടാ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നമ്മളെ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്, പാലറേട്ടത്തിയെ കാണിക്കാൻ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നെട്ടുവാണേ, എന്നെ കാണിക്കാനോ, എന്തിന്? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്തിനെന്നോ, പാലറേട്ടത്തി ഇപ്പോൾ ഗർഭിണിയല്ലേ, ഒരു കുഞ്ഞില്ലേ വയറ്റിൽ, അപ്പോൾ നമുക്കൊന്ന് ചെക്കപ്പൊക്കെ ചെയ്ത് കഴിയാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുവാണേ. ചന്ദ്ര തിരിഞ്ഞു നോക്കി ശ്രുതിയെ നോക്കി ചിരിക്കുന്നുണ്ട്. മോളെ ശ്രുതി, നമുക്ക് ചെക്കപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ചെക്കപ്പൊക്കെ ഞാൻ ചെയ്തതാ, ഇന്നലെ ദേവ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞാൻ പോയായിരുന്നു, അവിടെ വെച്ച് എല്ലാ ചെക്കപ്പും ചെയ്തു, ബ്ലഡ് ടെസ്റ്റ്, സ്കാനിങ് എല്ലാം ചെയ്തു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അത് നീ ഒറ്റയ്ക്കല്ലേ പോയത്, എൻ്റെ കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ എനിക്ക് ഡോക്ടറുടെ വായിൽ നിന്ന് തന്നെ കേൾക്കണം, നമുക്കൊന്നിച്ച് പോയി ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറയുവാണ്. ശ്രുതി എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ പരിഭ്രാന്തിപ്പെടുവാണ്. ശ്രുതിനോട് പറയുന്നുണ്ട്, ശ്രുതി നമുക്ക് പോകണം ഹോസ്പിറ്റലിൽ, ഞാൻ പോയി ടെസ്റ്റ് ചെയ്തതാ, അപ്പോൾ ടെസ്റ്റ് ചെയ്തത് നമ്മുടെ കുഞ്ഞിനെ കേടാ, ശ്രുതി ഒന്ന് പറയാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ശ്രുതി പറഞ്ഞത് കേട്ടില്ലേ, നമ്മുടെ കുഞ്ഞിനെ കേടാ അമ്മേ അപ്പോൾ ഇങ്ങനെ ടെസ്റ്റൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ, ഹോസ്പിറ്റലിലൊന്നും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇതൊരു പ്രാവശ്യമല്ലേടാ, ഒന്നില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിന് ആദ്യമായിട്ട് വരാൻ പോകുന്ന കുട്ടിയല്ലേ, ആ കുട്ടീനെ പറ്റിയുള്ള വിശേഷങ്ങൾ എനിക്ക് കേൾക്കണ്ടേ, എൻ്റെ കുഞ്ഞാ അത്, എനിക്ക് കേൾക്കണം, ഇന്നൊരു പ്രാവശ്യം നീ എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ ശ്രുതി ചെക്കപ്പിനെന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി അടുത്ത മാസം വീണ്ടും ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഒന്നിച്ചു പോകാം, ആൻറ്റി എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ വരാം, പക്ഷെ ഇപ്പം എനിക്ക് എന്തായാലും വിശേഷം കേട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് സച്ചിൻ്റെ അടുത്ത് ചന്ദ്ര പറയുന്നുണ്ട്, സച്ചി നീ അവളുടെ വാക്കൊന്നും കേട്ട് വണ്ടി തിരിക്കാൻ നിൽക്കണ്ട, നേരെ ഹോസ്പിറ്റലിലോട്ട് പോയിക്കോന്ന് തന്നെ പറയുവാണേ. ശ്രുതി ആകെ പെട്ട അവസ്ഥയിലാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, പോട്ടെ ശ്രുതി, അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഒരു ചെക്കപ്പ് നടത്തി കളയാമെന്ന് പറയുവാണേ. ശ്രുതി എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുവാണ്. അപ്പോൾ ടെൻഷൻ അടിക്കുന്നത് കാണുമ്പോഴേക്കും ശ്രുതി സമാധാനിപ്പിക്കുന്നുണ്ട്, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, ഈ സമയത്ത് ടെൻഷൻ അടിക്കാനൊന്നും പാടില്ല, ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് പറയുമ്പോൾ ചന്ദ്രയും പറയുന്നുണ്ട്, അതേ മോളെ ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷൻ അടിച്ചാലേ കുഞ്ഞിനാ കേടെന്നൊക്കെ പറഞ്ഞ് ഒരു ആക്കിയ ചിരിയൊക്കെ ചന്ദ്ര ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലെ വാതിക്കൽ എത്തുവാണ്. എന്നിട്ട് ശ്രുതിയെയും കൂട്ടിയിട്ട് പയ്യെ ശ്രുതി നോക്കി, ശ്രുതി ഇങ്ങനെ ഭയങ്കര കെയറിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്, ശ്രുതി പയ്യെ നടക്ക്, ഈ സമയത്ത് നല്ലോണം സൂക്ഷിക്കണം, ആദ്യത്തെ 3 മാസം നല്ലതുപോലെ ശ്രദ്ധിക്കണം എന്നൊക്കെ ചന്ദ്രയും പറയുന്നുണ്ട്. അങ്ങനെ പൊന്നുപോലെ ശ്രുതിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ്. ഡോക്ടറിന് OP ഒക്കെ എടുത്തിട്ട് അവർ ഡോക്ടറെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ശ്രുതി അപ്പോഴും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും പോകാൻ നോക്കുന്നുണ്ട്. ചന്ദ്ര സമ്മതിക്കുന്നില്ല, നീ അടങ്ങിയൊന്നിരിക്കുക, അധികം തിരക്കൊന്നുമില്ലല്ലോ, നമുക്കിപ്പോൾ തന്നെ ഡോക്ടറെ കണ്ട് പോകാം എന്നൊക്കെ പറയുവാണ്. അങ്ങനെ ശ്രുതിയുടെ സമയം വരുമ്പോഴേക്കും ശ്രുതി എന്ന് പറഞ്ഞ് സിസ്റ്റർ വന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയും കൂടി കയറാൻ പോകുമ്പോഴേക്കും ചന്ദ്രയും കയറുവാണ്. അപ്പോൾ ശ്രുതി പറയും, ആൻറ്റി എന്തിനാണ് ഞങ്ങളുടെ കൂടെ വരുന്നത്, ഞാനും ശ്രുതിയും കൂടി കയറി കണ്ടിട്ട് വരാമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ചു പോയി കാണാൻ, ഡോക്ടറെ കാണാൻ ഇനിയും ഒരുപാട് സമയം
സമയങ്ങളുണ്ട്, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ വരും, വാ മോളെ നമുക്ക് ഒന്നിച്ച് കയറാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ പിടിച്ച് ചന്ദ്ര പയ്യെ ഡോക്ടറുടെ മുറിയിലോട്ട് കയറ്റുവാണ്. ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ടെൻഷൻ, ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടിക്കൂടി വരുവാണ്. ഡോക്ടറിൻ്റെ മുമ്പിൽ രണ്ടുപേരും കൂടി ഇരിക്കുന്നുണ്ട്. ഡോക്ടർ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഡോക്ടർ ഇതെൻ്റെ മരുമകളാണ്, എൻ്റെ മരുമകൾ ഗർഭിണിയാണ്, അവൾക്ക് വിശേഷമുണ്ട്, അപ്പോൾ ചെക്കപ്പിന് വേണ്ടി വന്നതാന്ന് പറയുമ്പോഴേക്കും ഡോക്ടർക്ക് ഭയങ്കര സന്തോഷമാവാണ്. കാരണം ഒരു കുഞ്ഞ് വരുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷം തരുന്ന കാര്യമല്ലേ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ആഹാ കൺഗ്രാറ്റ്സ്, നിങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്തായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി അതേന്ന് പറഞ്ഞ് പയ്യൊന്ന് തലയാട്ടുന്നുണ്ട്. അപ്പോൾ ശരി, ആ കാർഡിൽ നിങ്ങൾ പോസിറ്റീവാണ് കാണിച്ചതെങ്കിൽ എന്തായാലും വിശേഷം തന്നെയായിരിക്കും, നമുക്ക് ശ്രുതി ഒന്ന് ആ മുറിയിലോട്ട് വാ, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ, വയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറയുവാണേ. അപ്പോൾ ശ്രുതി, ഡോക്ടർ, എങ്ങനെയെങ്കിലും ആ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഡോക്ടറിനെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് ആ കള്ളം ഡോക്ടറിൻ്റെ വായിൽ നിന്നുകൊണ്ട് തന്നെ ചന്ദ്രയെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം എന്ന് വിചാരിച്ചിരിക്കുവാണ് ശ്രുതി. ഡോക്ടറെ എന്തെങ്കിലും പറഞ്ഞ് താൻ ഗർഭിണിയാണെന്ന് പറയിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ശ്രുതി ഡോക്ടറിൻ്റെ കൂടെ അടുത്ത ചെക്കപ്പ് മുറിയിലോട്ട് പോകുന്നത്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടി വരാമെന്ന് പറയുവാണ്. അപ്പോൾ ഡോക്ടർ പറയും, നിങ്ങളവിടെ വെയിറ്റ് ചെയ്തോ, ഞാൻ ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, ഡോക്ടർ ഇതെൻ്റെ മരുമകൾ മാത്രമല്ല, എൻ്റെ മകളും കൂടിയാണ്, ഇവളുടെ കൂടെ ഞാനും കൂടി നിൽക്കട്ടെ, എനിക്കും കാണണം എന്ന് ഡോക്ടർ ചെക്ക് ചെയ്യണേ എന്നൊക്കെ പറയുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, നല്ലൊരു അമ്മയാ തനിക്ക് കിട്ടിയിരിക്കുന്നത്, എന്നാൽ ശരി വാന്ന് പറയുവാണ്. ശ്രുതിക്ക് അപ്പോൾ ആകെ ഒന്നുകൂടെ പെട്ട അവസ്ഥയിലായി. ഇനി എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല, ഒരു ഭൂകമ്പം ഉടനെ തന്നെ ഉണ്ടാവും എന്നുള്ള സത്യം ശ്രുതി മനസ്സിലാക്കുവാണ്. അങ്ങനെ ശ്രുതിയുടെ വയറൊക്കെ ഡോക്ടർ നല്ലോണം പരിശോധിക്കുന്നൊക്കെയുണ്ട്. ശ്രുതി കണ്ണും പൂട്ടി ഇങ്ങനെ കിടക്കുവാണ്. ഡോക്ടർക്ക് അപ്പോൾ തന്നെ കാര്യം മനസ്സിലാവുകയാണ്, ഈ കുട്ടി വെറുതെ പറഞ്ഞതാണ്, ഈ കുട്ടിയുടെ വയറ്റിൽ കുഞ്ഞൊന്നും ഇല്ലെന്നുള്ളൊരു സത്യം. എന്നിട്ട് രണ്ടുപേരെയും കൂട്ടി വീണ്ടും OPയിലോട്ട് പോയിരുന്നു പറയുന്നുണ്ട്, ഞാൻ വളരെ വിഷമത്തോടെ തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ മരുമകൾ ഗർഭിണിയല്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്കത് ഭയങ്കര ഷോക്കാവുകയാണ്. ചന്ദ്ര ശ്രുതിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ശ്രുതി കണ്ണും പൂട്ടി ഇങ്ങനെ തന്നെ നിൽക്കുവാണ്. അപ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, ചില കാർഡിൽ തെറ്റായിട്ട് എററൊക്കെ കാണിക്കും, അങ്ങനെ വല്ല അബദ്ധവും പറ്റിയതായിരിക്കും, ഈ കുട്ടി ഗർഭിണിയല്ല, പക്ഷെ ഉടനെ തന്നെ ഈ കുട്ടിക്ക് വിശേഷം ഉണ്ടാവും, നല്ലൊരു വാർത്ത കേൾക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം, ഞാനും പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, ഡോക്ടർ ഇവൾ ഇന്നലെ വേറൊരു ഡോക്ടറെ കണ്ട് ചെക്കപ്പൊക്കെ ചെയ്തതാ, ആ ഡോക്ടർ ഇവൾ ഗർഭിണിയാണെന്നാണല്ലോ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ഈ ഡോക്ടർ പറയുന്നുണ്ട്, അതേത് ഡോക്ടറാ, ആ ഡോക്ടർ ഏതാണെന്ന് എനിക്കും കൂടി അറിയണമല്ലോ. ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലയും കുമ്പിട്ട് നിൽക്കുവാണേ. ശ്രുതി പറയടി, ഏത് ഡോക്ടർ നീ കണ്ട് ചെക്കപ്പ് ചെയ്തതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി നിന്ന് കരയുവാണേ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, മോളിങ്ങനെ വിഷമിക്കാതെ, മോൾക്കുടനെ തന്നെ ദൈവം ഒരു കുഞ്ഞിനെ തരും, വിഷമിക്കല്ലേ, ഹാപ്പി ആയിട്ടിരിക്കൂ, ഞാൻ കുറച്ച് അയൺ ടാബ്ലറ്റ്സ് ഒക്കെ എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എഴുതി കൊടുക്കുന്നുണ്ട്. ഒരുപാട് സമാധാനിപ്പിച്ചതിന് ശേഷം ഡോക്ടർ ശ്രുതിയെ ആ മുറിയിൽ നിന്നും വിടുവാണ്. ചന്ദ്രയാണെങ്കിലോ ശ്രുതിയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കുന്നില്ല, ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. എന്നിട്ട് ഡോക്ടറിൻ്റെ മുറിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴേക്കും ചന്ദ്ര അവിടെ ഒരു സീൻ തന്നെ സൃഷ്ടിക്കുവാണ്. എടാ ശ്രുതി, നിന്നോട് ഞാൻ പറഞ്ഞില്ലേടാ ഇവളുടെ വയറ്റിൽ കുഞ്ഞൊന്നുമില്ല, എല്ലാം ഇവളുടെ അഭിനയമാണെന്ന്. അപ്പോൾ ശ്രുതിക്ക് അത് ഭയങ്കര ഷോക്കാവും. അമ്മ എന്തായി പറയുന്നത്, കുഞ്ഞില്ലെന്നോ? ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുവാണ്. അതേടാ, ഇവൾ ആ വീട്ടിൽ കയറി പറ്റാൻ വേണ്ടി ഉണ്ടാക്കിയ പുതിയ നാടകമാണ് ഈ ഗർഭനാടകം. അത് വിശ്വസിക്കാൻ നമ്മളെപ്പോലുള്ള കുറേ മണ്ടന്മാരുണ്ട്. ഇവക്കറിയാം നമ്മുടെ വീട്ടിലുള്ളവർ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുമെന്ന്, അതുകൊണ്ടാണ് ഇങ്ങനെ പുതിയ കള്ളക്കഥയായിട്ട് വന്നത്. ഞാൻ വിശ്വസിക്കൂല, ഇനി ഇവൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കൂല. നിനക്ക് മനസ്സിലായില്ലട പൊട്ട, ഇനിയെങ്കിലും നീ മനസ്സിലാക്കുക, നിൻ്റെ അമ്മ നിനക്ക് ദോഷം വരുന്നതൊന്നും ചെയ്യില്ല, ഇവൾ വായെടുത്താൽ കള്ളം മാത്രം പറയുന്നവളാണ്, കള്ളത്തിൻ്റെ ആൾ രൂപമാണ് ഇവളെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിനോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി അപ്പോൾ നീ പറഞ്ഞതൊക്കെ കള്ളമാണോ, നിൻ്റെ വയറ്റിൽ കുഞ്ഞില്ലേ, നീ എന്നെ പറഞ്ഞത് ഇന്നലെ ചെക്കപ്പിന് പോയി ഡോക്ടറെ കണ്ടു എന്നൊക്കെ. ശ്രുതി അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ശ്രുതിയെ ഒരുപാട് ഇഷ്ടമാണ്, ശ്രുതി എനിക്ക് വേണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഒറ്റയടി ശ്രുതിയുടെ മുഖത്തിട്ട് കൊടുക്കുവാണ്. ചന്ദ്രക്ക് അത് കാണുമ്പോഴേക്കും സന്തോഷമാവുകയാണ്. നിനക്കിനി ഇവളെ വേണോടാ, വേണ്ടല്ലോ, കളഞ്ഞിട്ട് വാടാ, നമുക്ക് വീട്ടിലോട്ട് പോവാം. എന്നിട്ട് പറയുന്നുണ്ട് ശ്രുതിയോടായിട്ട്, ഇനി പുതിയ കള്ളങ്ങളായിട്ട് നീ എങ്ങാനും ഞങ്ങളെ വിളിച്ചാലോ ആ വീട്ടിലോട്ട് വരികയോ ചെയ്താൽ ഈ ചന്ദ്രയുടെ വേറൊരു മുഖം നീ കാണും. ഈ ഹോസ്പിറ്റലിൽ വെച്ചൊരു സീൻ സൃഷ്ടിക്കണ്ട എന്നോർത്ത് മാത്രമാണ് ഞാൻ പോകുന്നത്, കേട്ടല്ലോടി, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, ഇനി എൻ്റെ മുമ്പിൽ വന്നു പോകരുതെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് ദേഷ്യത്തിൽ പോവാണ്. ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. വീട്ടിൽ കയറിപ്പറ്റാനുള്ള ശ്രുതിയുടെ ആ അടവും പാളിപ്പോയിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.